എവ്രിവൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ് പ്രൊജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ലിറ്ററേച്ചർ എന്നുള്ളത് എഴുതണം. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇമോഷണലി അല്ലെങ്കിൽ നമ്മളുടെ തോട്ട്സും എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്സ് ആണ് എന്ത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലിറ്ററേച്ചറിന് ചെറിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻ പോലുള്ളത് നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ കിട്ടും. അപ്പോൾ അത് നമുക്ക് എഴുതാവുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഇന്ത്യൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, കനേഡിയൻ ലിറ്ററേച്ചർ, അങ്ങനെ ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. അതിൽ ഏത് ലിറ്ററേച്ചർ ആണോ നിങ്ങളുടെ നോവൽസ് ഏത് ലിറ്ററേച്ചർ ആണോ അതിനെ പറ്റിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് തിയറി ഉണ്ടല്ലോ, ഇപ്പോൾ ഡയസ്പോറ ഉണ്ട്, ഫെമിനിസം ഉണ്ട്, ജെൻഡർ സ്റ്റഡീസ് ഉണ്ട്, അതേപോലെ സ്ട്രക്ചറലിസം ഉണ്ട്, സൈക്കോ അനാലിസിസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഡയസ്പോറിക് വർക്ക്സ് ഉണ്ട്, ഫെമിനിസം വർക്ക്സ് ഉണ്ട്. അപ്പം അതിനെ കുറിച്ചിട്ട് ഏതാണോ തിയറി അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ചെറിയൊരു സാധനം കൊടുക്കുക, ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 5-6 പോയിന്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത്, നിങ്ങൾ നോവലാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നോവലിൻ്റെ ചെറിയൊരു ഇതിൽ ഇപ്പോൾ ഡയസ്പോറിക് ആണെന്നുണ്ടെങ്കിൽ ഡയസ്പോറിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോണറാണ് നോവൽ. നോവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു റൈറ്ററിനെ പറയുക. അപ്പോൾ മോണിക്ക അലിയുടെ ബ്രിക്ക് ലൈൻ തോന്നുന്നു, അത് ഡയസ്പോറിക് വർക്കാണ്. അപ്പോൾ എന്താണ് മോണിക്ക അലി എന്നുള്ള സാധനം എന്താണ്, അവർ നോവൽ ഡയസ്പോറിക് ലിറ്ററേച്ചറിൽ ഒരു നോവലിൽ ഇമ്പോർട്ടൻ്റ് റൈറ്ററാണ്, അവരുടെ ഈ ഒരു വർക്കിൽ ഡയസ്പോറിക് എലമെന്റ്സ് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഓതറിനെ കുറിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ഓതേഴ്സിനെ കുറിച്ചിട്ട് എഴുതാം. അത് കഴിഞ്ഞ് പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊടുക്കുക. ഈ 2 വർക്ക്സ് അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള വർക്കിനെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചറോ റിവ്യൂ പോലെ ഉണ്ടായിരിക്കും. ജസ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇൻ വർക്കും നമ്മുടെ തിയറിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ അതിൻ്റെ PDF കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതിൽ PDF അവരുടെ പേര്, പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡേറ്റ്, അതേപോലെ അതിലത്തെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് അതൊക്കെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഒരു കൺക്ലൂഷൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്തായി, നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് അതിലുണ്ടാവും. കൺക്ലൂഷനിൽ തന്നെ എന്താണ്, ഒട്ടുമിക്ക എല്ലാവരും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ എഴുതുക. അപ്പോൾ ആ കൺക്ലൂഷൻ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റീവ്സ് എഴുതാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡയസ്പോറ ആണെന്നുണ്ടെങ്കിൽ ഡയസ്പോറയിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹൈബ്രിഡിറ്റി അതിലുണ്ടോ, അതേപോലെ നൊസ്റ്റാൾജിക് എലമെന്റ്സ് അതിലുണ്ടോ, അതേപോലെ ഒരു ഏകാന്തത അതിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതേപോലെ ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഓഫ് ദി സ്റ്റഡി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്ററും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് ചാപ്റ്റർ തിയറിയാണ്, തേർഡ് ചാപ്റ്റർ തിയറി അപ്ലൈ ഇൻ ഏതെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ ഫിലിം. 2 വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് ചാപ്റ്ററിൽ അടുത്ത വർക്കിൽ ഇങ്ങനെയാണ് ഈ തിയറി വന്നിട്ടുള്ളത്, അത് ലാസ്റ്റ് കൺക്ലൂഷൻ, പിന്നെ വർക്ക് സൈറ്റഡ്. അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എൻക്വയറീസ് വഴി നമുക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ചെയ്തു തരാൻ ഇൻട്രൊഡക്ഷൻ ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റോ അല്ലെങ്കിൽ പേജ് നമ്പേഴ്സോ ഒന്നും ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രൊജക്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ നമ്മൾ അതിൻ്റെ പേജ് നമ്പേഴ്സും
കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അല്ല നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്നെ എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഞങ്ങളുണ്ടായിരിക്കും. അല്ല നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, കുട്ടികളുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് നിങ്ങളുടെ കണ്ടന്റ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതി തരും. ഇല്ല നിങ്ങൾക്ക് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റില്ല, എനിക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ മുഴുവനായിട്ട് നിങ്ങളൊന്ന് എഴുതി തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് എൻക്വയറീസ്, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് എഴുതുകയെന്നറിയില്ല, അല്ലെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എങ്ങനെയാണ് എഴുതുകയെന്നറിയില്ല, എന്ത് ഡൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തന്നെ പോവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ, അതേപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.